നമസ്കാരം. മലയാളി വാർത്ത ആനുകാലികത്തിലേക്ക് സ്വാഗതം. നമസ്കാരം. ഈ 10 വർഷം സ്ഥിരമായി കേട്ടുകൊണ്ടിരുന്ന ഒരു വാചകം പിണറായി ശൈലി മാറ്റുന്നില്ല, ധാർഷ്ട്യം, അഹങ്കാരം. പക്ഷെ ഇപ്പോൾ സിമ്പിളായിട്ട് ഉള്ളൊരു മനുഷ്യനെയാണ് നമ്മൾ കാണുന്നത്. അദ്ദേഹം ജനങ്ങൾക്കിടയിലേക്ക് ഇറങ്ങുന്നില്ല എന്നൊക്കെയുള്ള വലിയ പരാതികളാണ്. അദ്ദേഹം ജനങ്ങൾക്കിടയിലേക്ക് ഇറങ്ങുന്നുണ്ട്, ചിരിക്കാൻ പഠിച്ചു. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ചിരിയായിരുന്നു മെയിനായിട്ടുണ്ടായിരുന്നത്. ഇന്നിപ്പോൾ സിമ്പിളായിട്ട് റെയിൽവേ സ്റ്റേഷനിൽ ഒരു സാധാരണക്കാരനെ പോലെ ഇരിക്കുന്ന പിണറായിയെ നമ്മൾ കണ്ടു. പക്ഷെ അതിനും ട്രോളാണ്. എന്തിനാണ് ആ മനുഷ്യനെ ഇങ്ങനെ അങ്ങ് ട്രോളുന്നത്? നല്ലത് ചെയ്യാൻ, തിരുത്താൻ തയ്യാറാകുമ്പോൾ നമ്മൾ ഒരാളെ അംഗീകരിക്കുകയല്ലേ ചെയ്യേണ്ടത്? ദൈവം വലിയവനല്ലേ, അതുകൊണ്ട് പലതും നമ്മൾ കാണും. കണക്ക് ചോദിക്കാതെ ഒരിക്കൽ പോലും കാലം കടന്നു പോകില്ല എന്ന് പറയുന്നു. മാളിക മുകളിലേറിയ മന്നൻ്റെ തോളിൽ മാറാപ്പ് ചാർത്തുന്നത് ഭവാൻ. ഇതൊക്കെ ഇന്ന് സോഷ്യൽ മീഡിയയിലെ വാക്കുകളാണ്, എൻ്റെ ശൈലിയല്ല. പക്ഷേ കണ്ണൂർ റെയിൽവേ സ്റ്റേഷനിലെ പിണറായി വിജയൻ്റെ ഒരു ഇരിപ്പുണ്ടല്ലോ, ആ സ്റ്റീൽ ബെഞ്ചിൽ. കെ രാഗേഷ് സൈഡിലുണ്ട്. പക്ഷെ അദ്ദേഹത്തിൻ്റെ ഇരിപ്പ് നമുക്ക് സഹിക്കാൻ പറ്റില്ല. കാരണം പിണറായി വിജയൻ ഇങ്ങനെ ഇരിക്കുന്നത് നമ്മൾ കണ്ടിട്ടില്ല. ഇതിനു മുമ്പ് നമ്മൾ ഒരു സ്റ്റീൽ കസേരയിൽ പിണറായി വിജയനെ ഇരുത്തി എന്നതിൻ്റെ പേരിൽ എന്തെല്ലാം വിമർശനങ്ങൾ നടത്തിയ സംഘാടകരെ. അമേരിക്കയിലെ ടൈംസ് സ്ക്വയറിൽ വെച്ച് പിണറായി വിജയനെ ഒരു ഇരുമ്പ് കസേരയിൽ ഇരുത്തിയതിൻ്റെ പേരിൽ അന്ന് സഖാക്കൾ അമേരിക്കൻ പ്രാഞ്ചിയേട്ടന്മാരെ എറിഞ്ഞുടച്ചതാണ്. അതിനുശേഷം ഈ സ്റ്റീൽ കസേരകളിൽ സാധാരണ പിണറായി വിജയൻ ഇരിക്കാറില്ല. വലിയ കുഷനുള്ള നല്ല ആഡംബര കസേരകളിൽ മാത്രമാണ് ഇരിക്കാറുള്ളത്. പിണറായി വിജയൻ്റെ ഒരു പ്രത്യേക ശാരീരിക അവസ്ഥ നമുക്കറിയാം. അദ്ദേഹം പൊതുവെ ഒരു സുഖലോലുപതയില്ല ജീവിക്കാൻ ആഗ്രഹിക്കുന്നത്. കിറ്റക് സാബു ഒരിക്കൽ പറഞ്ഞിട്ടുണ്ട്, 7 ലക്ഷം രൂപയുടെ മുറി, ഒരു ഹോട്ടൽ മുറി അദ്ദേഹം എടുത്ത കഥ. ഒരു സാധാ മുറിയൊക്കെ ഒരുക്കി വിദേശത്ത് കാത്തുനിന്ന കിറ്റക് സാബുവിനോട് കയർക്കുകയും ആ മുറിയിൽ നിന്ന് ഇറങ്ങിപ്പോവുകയും ചെയ്തു. പിന്നീട് വലിയ ആഡംബര മുറിയിലാണ് പിണറായി വിജയൻ ഒരു ദിവസം കഴിഞ്ഞത്. പിണറായി വിജയൻ ഈ റെയിൽവേ സ്റ്റേഷനിൽ ഒരു കസേര കൊണ്ടുവന്നിട്ട് ഇരിക്കാൻ വലിയ പ്രയാസമൊന്നുമില്ല. അദ്ദേഹത്തിൻ്റെ അനുയായികളും അദ്ദേഹത്തിനൊപ്പമുള്ളവരും ഈ വലിയ ഒരു കസേരയുമായി റെയിൽവേ സ്റ്റേഷനിലെത്തി അദ്ദേഹത്തിനെ അവിടെ ഇരുത്താൻ അതിനുള്ള ചിട്ടവട്ടങ്ങളൊക്കെ ഉള്ള സംവിധാനം തന്നെയാണ്. ഈ പാർട്ടിയെക്കുറിച്ച് നിങ്ങൾക്കൊരു ചുക്കും അറിയില്ല എന്ന് പറയുന്നത് പോലെ പിണറായി വിജയനെക്കുറിച്ച് നമുക്കാർക്കും ഒരു ചുക്കും അറിയില്ല. പക്ഷേ അദ്ദേഹം അത്തരം സാഹസികത ഒന്നും ചെയ്തില്ല. റെയിൽവേ സ്റ്റേഷനിലെത്തി ഒരു സ്റ്റീൽ ബെഞ്ചിൽ വളരെ ശാന്തനായിരുന്നു. സൈഡിൽ കെ രാഗേഷുണ്ട്. അതിനിപ്പുറത്ത് ഒരുത്തൻ കറുത്ത ബാഗ് തോളിൽ ഇട്ടാണ് ഇരിക്കുന്നത് പിണറായിയോട് ചേർന്ന്. എന്നിട്ടും പിണറായിക്ക് അസ്വസ്ഥത ഉണ്ടായില്ല. വേറൊരുത്തൻ പുറകിൽ നിന്ന് അയാളുടെ ആ യുവാവിൻ്റെ തോളിൽ ഒരു കറുത്ത ബാഗ് കിടപ്പുണ്ട്. സൈഡിലൊക്കെ വലിയ ട്രോളി, എല്ലാം കറുത്ത ട്രോളികളാണ്. ഇത്രയധികം കറുപ്പ് കണ്ടിട്ടും കാലിളകാതെ എങ്ങനെ നമ്മുടെ പിണറായി അവിടെ പിടിച്ചിരുന്നു എന്നതാണ്. സോഷ്യൽ മീഡിയ പറയുന്നത് കുത്തിയിരുന്നു എന്നാണ്. കുത്തിയിരുന്നു എന്ന് ഞാൻ പറയില്ല, കാരണം അദ്ദേഹം ചുരുണ്ടുകൂടിയായിരിക്കുന്നത്, അതുകൊണ്ട് കുത്തിയിരിക്കുകയല്ല. പക്ഷെ ആ മുഖത്തൊരു പരിഭ്രമം നമുക്കത് കാണാം. കാരണം നടന്നു പോകുന്നവരൊക്കെ എന്തോ ഒരു കാഴ്ച വസ്തു എന്നതുപോലെ ഇദ്ദേഹത്തെ നോക്കുന്നുണ്ടാവാം. ആ മാനസികാവസ്ഥ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഈ മാൻഡ്രേക്കിന് ആരെങ്കിലും ഒന്ന് എടുത്തുകൊണ്ട് പോകണേ എന്നുള്ളൊരു മട്ടിലാണ് കെ രാഗേഷിൻ്റെ അവിടുത്തെ ഇരിപ്പ്. പണ്ടൊക്കെ പിണറായി വിജയൻ ഇങ്ങനെ ആയിരുന്നില്ല റെയിൽവേ സ്റ്റേഷനിലേക്ക് വരുന്നത്. കാരണം ഒരു നാട്ടുരാജാവായി വഴിയിലൂടെ ചീറിപ്പാഞ്ഞു പോകാം, ഒരൊറ്റ വണ്ടിയും അദ്ദേഹത്തെ അസ്വസ്ഥപ്പെടുത്തില്ല. വഴിയൊക്കെ ട്രാഫിക് തടഞ്ഞിട്ട് അദ്ദേഹത്തിൻ്റെ ഒരൊറ്റ വണ്ടിയും കോൺവോയും ചേറിപ്പാഞ്ഞ് റെയിൽവേ സ്റ്റേഷനിലേക്ക് വരും. അപ്പോൾ ട്രെയിൻ വരുന്നതിന് 2 മിനിറ്റ് മുമ്പ് സ്റ്റേഷനിലെത്തിയാൽ മതി. വളരെ മെല്ലെ പിണറായി വിജയൻ നടക്കുകയുള്ളൂ. ട്രെയിൻ പലപ്പോഴും 1-ാം നമ്പർ പ്ലാറ്റ്ഫോമിലൊക്കെ ഇട്ട് അദ്ദേഹത്തിൻ്റെ യാത്ര സുഗമമാക്കാൻ റെയിൽവേ ഉദ്യോഗസ്ഥന്മാരും ശ്രദ്ധിക്കാറുമുണ്ട്. പക്ഷെ കാലം മാറി. റെയിൽവേ ഉദ്യോഗസ്ഥർ ഇപ്പോൾ തിരിഞ്ഞു നോക്കുന്നില്ല. സാധാരണ സ്റ്റേഷൻ മാസ്റ്ററൊക്കെ വന്ന് മുഖ്യമന്ത്രിക്ക് അരികെ പണ്ട് നിൽക്കുന്ന കാഴ്ച നമ്മൾ കാണുന്നത്. ഇപ്പോൾ സ്റ്റേഷൻ മാസ്റ്റർ പോയിട്ട് ആ സ്റ്റേഷനിലെ ഈ നമ്മുടെ കൊടി ഉയർത്തിക്കാട്ടുന്ന അറ്റൻഡേഴ്സ് പോലും ആരും, TT-മാരും ഇല്ല, ഒരാളും ഇല്ല, തിരിഞ്ഞു നോക്കുന്നില്ല. പിന്നെ അതിൻ്റെ ഒരു ക്രൂരത എന്ന് പറയുന്നത് 2-3 പോലീസുകാർ സൈഡിൽ നിൽപ്പുണ്ട്. ഒരു പിണറായി വിജയന് ഒരു ഏങ്കോണിച്ചുള്ളൊരു നോട്ടമാണ്, അതിലൊന്നൊരു ബഹുമാനമില്ല. പക്ഷേ പിണറായി ഇതെല്ലാം സഹിക്കുന്നുണ്ട്. ഇതെല്ലാം സഹിക്കാൻ വിധിക്കപ്പെട്ടവനാണ് പിണറായി. മറുവശത്ത് നിന്ന് സെക്രട്ടേറിയറ്റിനുള്ളിൽ നമ്മൾ ചില കാഴ്ചകൾ കണ്ടു. നിയമസഭ മന്ദിരത്തിൽ ചില കാഴ്ചകൾ കണ്ടു. നിയമസഭാ കോംപ്ലക്സിൽ പ്രതിപക്ഷ നേതാവ് എന്നുള്ള നിലയ്ക്ക് പിണറായി വിജയന് ഒരു മുറി അനുവദിച്ചിട്ടുണ്ട്. ആ മുറിയിൽ ഒറ്റയ്ക്ക് പോയിരിക്കുകയായിരുന്നു എന്നാണ് നിയമസഭയിൽ എൻ്റെ സുഹൃത്തുക്കൾ ഉച്ച കഴിഞ്ഞ് വിളിച്ചപ്പോൾ പറഞ്ഞത്. സാധാരണ പിണറായി വിജയനെ ഇങ്ങനെ കാണാറില്ല. അദ്ദേഹത്തിൻ്റെ മുറിയിലേക്ക് മറ്റ് പ്രതിപക്ഷ MLA-മാർ പോലും കടന്നു പോകുന്നില്ല.
നിയമസഭയിലേക്ക് വരുന്നു, പുറത്തേക്ക് ഇറങ്ങുന്നു, ഒറ്റയ്ക്കാണ്, ആരും തിരിഞ്ഞു നോക്കുന്നില്ല. മറുവശത്ത് ഈ കോൺഗ്രസ് ക്യാമ്പിൽ വലിയ ഉത്സവ പ്രതീതിയാണ്. ആളുകൾ സെൽഫി എടുക്കുന്നു, ഫോട്ടോ എടുക്കുന്നു, പുതിയ മന്ത്രിമാർ അവരെ ചേർത്ത് പിടിച്ച് ഷെയ്ക്ക് ഹാൻഡ് കൊടുക്കുന്നു, കെട്ടിപ്പിടിക്കുന്നു. 102 എണ്ണം ഉണ്ട്, 3 വിമതന്മാരുമുണ്ട്. ഇവരെല്ലാം കൂടി അവിടെ അങ്ങ് അശ്വമേധം നടത്തുകയാണ്. ഇതൊക്കെ ഒരു വശം. മറുവശത്ത് എന്താ സംഭവിച്ചത്? സത്യപ്രതിജ്ഞയ്ക്ക് പിണറായി വിജയൻ നിയമസഭയ്ക്കകത്ത് കയറി 3 പുലിക്കുട്ടികളാണ് ചുറ്റും നിൽക്കുന്നത്. 1 വി കുഞ്ഞികൃഷ്ണൻ, 2 ടി.കെ. ഗോവിന്ദൻ, 3 ജി സുധാകരൻ. ഈ 3 പേരെയും പാർട്ടിയും പിണറായിയും നേർക്കുനേർ വെല്ലുവിളിച്ചവരാണ്. അതിലെ ജി സുധാകരനെ ചെറ്റത്തരം എന്നൊക്കെ പറഞ്ഞ് പിണറായി വിജയൻ കട്ടയ്ക്ക് വെല്ലുവിളിച്ചതാണ്. അതേ ചെറ്റപ്രയോഗത്തിൽ അന്ന് മുറിവേറ്റ ജി സുധാകരൻ സ്പീക്കറുടെ കസേരയിൽ, പ്രോട്ടേം സ്പീക്കറല്ലേ. അപ്പോൾ സ്പീക്കർക്ക് മുൻപാകെ പോയി വേണം പിണറായി വിജയൻ സത്യപ്രതിജ്ഞ ചെയ്യാൻ. ഇതൊക്കെ ജീവിതത്തിൽ പിണറായിക്ക് കിട്ടുന്ന ഏറ്റവും വലിയ തിരിച്ചടികളാണ്. അദ്ദേഹം സത്യപ്രതിജ്ഞ ചെയ്ത് പക്ഷേ നേരെ സ്പീക്കർ ഡയസിലേക്ക് കയറി. ഭരണകക്ഷി അംഗങ്ങൾ പോലും വരണ്ടു. കാരണം എന്താ ചെയ്യാൻ പോകുന്നതെന്ന് അറിയില്ല. ഈ സത്യപ്രതിജ്ഞ കഴിഞ്ഞ് എന്തെങ്കിലും ഒരു മനോവിഹ്വലത ഉണ്ടായാൽ അവിടെ മുകളിലിരിക്കുന്ന ജി സുധാകരനാണ്. നേരത്തെ ചെറ്റത്തര എന്നൊക്കെ പറഞ്ഞതാണ്. സ്പീക്കറുടെ ഡയസിലേക്ക് ചവിട്ടിക്കയറുകയാണ്. എന്താണ് അപ്പോഴത്തെ ഒരു അവസ്ഥയൊന്നും ഓർത്തേ. നേരെ ചെന്ന് ആ പോകുന്ന പോക്കൊക്കെ കണ്ട എന്തെങ്കിലും അവിടെ സംഭവിക്കുമെന്ന് ആളുകൾ കരുതി. ചെന്നൊരൊറ്റ ഷെയ്ക്കാനാണ് സുധാകരന്. ആ തോളിൽ തട്ടി എല്ലാം മറക്കണം, അതായിരിക്കണം പിണറായി വിജയൻ ഉദ്ദേശിച്ച മനസ്സിൽ. പകയൊന്നും മനസ്സിൽ വയ്ക്കരുത് എന്നായിരിക്കാം. എന്തായാലും എല്ലാം തിരുത്തുന്ന ഒരു പിണറായി. പിന്നെ താഴെ വന്നിരിക്കുന്ന പിണറായി വിജയനെ ഇടയ്ക്ക് ടി.കെ. ഗോവിന്ദൻ്റെ സത്യപ്രതിജ്ഞ. ടി.കെ. ഗോവിന്ദൻ ചാടി എഴുന്നേറ്റ് പിണറായിയെ നോൽക്കുന്നു, പിണറായിയുടെ അടുക്കിലേക്ക് നടന്നു വരുന്നു. അപ്പോഴും ഭരണകക്ഷി വരണ്ടു പോയി. കാരണം ടി.കെ. ഗോവിന്ദനൊക്കെ ആ മുഖഭാവം കണ്ടാൽ നമുക്ക് തിരിച്ചറിയാൻ കഴിയില്ല എന്താണെന്ന്. എന്നാൽ പിന്നെ പിണറായിയുടെ എന്തെങ്കിലും ഒരു പ്രതികാരം ചെയ്യണം, അല്ലെ എന്തെങ്കിലും മനസ്സിലുണ്ടോ എന്നും നമുക്കറിയില്ലല്ലോ. നേരെ ചെന്നു ഒരൊറ്റ ഷെയ്ക്കാൻ്റെ അവിടെ. ഇതെല്ലാം ഇന്ന് ഷെയ്ക്കാൻഡുകളുടെ കളിയായിരുന്നു. വി കുഞ്ഞികൃഷ്ണൻ അഭിവാദ്യം ചെയ്തു, അതും പിണറായി വിജയൻ. അപ്പോൾ ഈ 3 പോയിന്റിൽ ഇന്ന് പിണറായി വിജയൻ ആശ്വസിക്കാൻ. കാരണം ഈ 3 പേരും പിണറായി വിജയനെ അഭിസംബോധന ചെയ്തു. പക്ഷേ ജി സുധാകരന് കുറച്ചുകൂടി ഒരു രാഷ്ട്രീയ മാന്യത കാട്ടി. ജി സുധാകരൻ തന്നെ പ്രസംഗം ആദ്യം തുടങ്ങിയല്ലോ. പ്രോട്ടേം സ്പീക്കറായി സഭയെ ഇൻട്രൊഡ്യൂസ് ചെയ്ത് ജി സുധാകരനാണ്. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ഹാപ്പി, ബഹുമാന്യനും ആദരണീയനുമായ പ്രതിപക്ഷ നേതാവ്. ഇപ്പോൾ മുഖ്യമന്ത്രിക്ക് ബഹുമാനം മാത്രമേ നൽകിയുള്ളൂ എങ്കിൽ പിണറായി വിജയന് ആദരണീയത കൂടി ജി സുധാകരൻ നൽകി. ഇതേ സുധാകരൻ 2 ദിവസം മുമ്പ് പറഞ്ഞൊരു വാക്ക് നമ്മുടെ മനസ്സിലുണ്ട്. പിണറായി വിജയൻ അങ്ങയുടെ മുന്നിൽ സത്യപ്രതിജ്ഞ ചെയ്യാൻ എത്തുമോ എന്ന് മാധ്യമപ്രവർത്തകർ ചോദിച്ചപ്പോൾ അന്ന് സുധാകരൻ പറഞ്ഞു, ഞങ്ങളൊക്കെ MLA-മാർ മാത്രമാണ്. മുഖ്യമന്ത്രിയായിരുന്ന, ഭരണാധികാരിയായിരുന്ന, ഒരു രാജാവായിരുന്ന പിണറായി വിജയൻ ഒരു പ്രജയായി, സാധാരണക്കാരനായി റെയിൽവേ സ്റ്റേഷനിലിരിക്കുന്നു. നിയമസഭയിൽ ആ പഴയ അഹന്തയൊക്കെ വിട്ട് ജി സുധാകരന് മുന്നിൽ സത്യപ്രതിജ്ഞ ചെയ്യുന്നു. പ്രതിപക്ഷ നേതാവാണ്, പക്ഷേ ആ കസേര പോലും എപ്പോൾ വേണമെങ്കിലും നഷ്ടപ്പെടാം. കാരണം എല്ലാ ജില്ലാ സെക്രട്ടേറിയറ്റുകളും ജില്ലാ സെക്രട്ടേറിയറ്റ് യോഗങ്ങളിലും പിണറായി വിജയനെ പുറത്താക്കണമെന്നാണ് പാർട്ടി നേതാക്കൾ പറയുന്നത്, പാർട്ടി അണികൾ പറയുന്നത്. അപ്പോൾ കയ്യാലപ്പുറത്തിരിക്കുന്ന തേങ്ങ പോലെ പ്രതിപക്ഷ നേതൃസ്ഥാനം അതും പോകാം. MP ഗോവിന്ദനും പിണറായി വിജയനും മാറണം. ഇത് പാർട്ടിക്കാർ ശഠിക്കുകയാണ് കേരളത്തിൽ അങ്ങോട്ടും ഇങ്ങോട്ടും. കടുത്ത വിമർശനങ്ങൾ. മറുവശത്ത് അവൈലബിൾ പോളിറ്റ് ബ്യൂറോ യോഗം ചേർന്ന് 10-7 എന്നുള്ള നിലയിലാണ് പിണറായി വിജയനെ അത്യാവശ്യം ഒന്ന് കസേരയിൽ ഇരുത്തിയത്. അവിടെയും വലിയ ഭൂരിപക്ഷമില്ല. അപ്പോൾ എല്ലാം കൊണ്ടും ജീവിതത്തിലെ കടുത്ത പരീക്ഷണം. തൻ്റെ ആ ഒരു പഴയ ശ്രേഷ്ഠതയൊക്കെ നഷ്ടപ്പെട്ടു എന്ന് പിണറായി വിജയന് തോന്നി തുടങ്ങിയിരിക്കാം. പിണറായി വിജയൻ പറഞ്ഞതുപോലെ തന്നെ ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ സ്വന്തം പാർട്ടി പ്രവർത്തകർ പറയുന്നു കടക്ക് പുറത്ത് ഒരു വശത്ത്, മറുവശത്ത് രാഷ്ട്രീയ ചെറ്റത്തരം എന്ന വാക്ക്. ഇതെല്ലാം പിണറായി വിജയന് മേലിപ്പോൾ പതിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതെല്ലാം അനുഭവിക്കാൻ അദ്ദേഹത്തിനൊരു നിയോഗം പോലെ ജീവിതം ഇനിയും ബാക്കി. ഇനിയും റെയിൽവേ സ്റ്റേഷനിൽ നമ്മളിങ്ങനെ ഒറ്റയ്ക്ക് പിണറായി വിജയൻ ഇരിക്കുന്നത് ഒരുപക്ഷെ കണ്ടേക്കാം. പക്ഷേ ആ പിണറായി വിജയനൊപ്പം എപ്പോഴും കാണുന്ന ഭാര്യ കമല ഇപ്പോഴും ഉണ്ട്. ഇന്നലെ പി ജയരാജൻ്റെ ഒരു പുസ്തക റിലീസൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ കഴിഞ്ഞാണ് തിരുവനന്തപുരത്തേക്ക് വന്നത്. സാധാരണ കണ്ണൂർ റെയിൽവേ സ്റ്റേഷനിൽ പിണറായി വിജയൻ എത്തുമ്പോൾ MP ജയരാജൻ, EP ജയരാജൻ തുടങ്ങിയ തലയെടുപ്പുള്ള നേതാക്കളൊക്കെ എത്തുന്നതാണ്. ഇപ്പോൾ ആരുമില്ല. KK രാഗേഷ് എത്തി,
ഇതും എത്ര കാലം, 2-3 തവണത്തേക്ക് റെയിൽവേ സ്റ്റേഷനിലേക്ക് ഇവരൊക്കെ വരുമായിരിക്കാം. പിന്നീട് പ്രതിപക്ഷ നേതാവായി തുടർന്നാൽ കുറച്ചു കാലം കൂടി കുറേ നേതാക്കൾ കൂടി അദ്ദേഹത്തെ യാത്ര അയക്കാൻ വരും. പിന്നീട് ആരും തിരിഞ്ഞു നോക്കാനില്ലാതെ ഇങ്ങനെ റെയിൽവേ സ്റ്റേഷനുകളിൽ ചുരുണ്ടിരിക്കുന്ന നമ്മുടെ പഴയ പിണറായി വിജയനെ കാണുമ്പോൾ ശത്രുക്കൾക്ക് പോലും ഇങ്ങനെയൊന്നും സംഭവിക്കരുത് എന്ന് പ്രാർത്ഥിക്കാം. ഇവിടെ ഒരു പുതിയ സർക്കാർ അധികാരമേറ്റു. ആ സർക്കാരിൻ്റെ കാര്യങ്ങൾ ശ്രദ്ധിക്കുന്നതിനേക്കാൾ കൂടുതൽ ഇപ്പോൾ ഈ പറയുന്ന മാധ്യമങ്ങളൊക്കെ പിണറായി വിജയൻ്റെ ഓരോ മൂവ്മെൻറ്റും ശ്രദ്ധിക്കുന്നുണ്ട്. സോഷ്യൽ മീഡിയയിൽ എല്ലാവരും അത് ട്രോളാക്കാൻ കിട്ടുന്നതെല്ലാം അവർ ട്രോളാക്കുകയും ചെയ്യുന്നുണ്ട്. ഇങ്ങേർക്ക് ഇത് കിട്ടണം എന്ന് പറയുന്ന ആൾക്കാരും ഉണ്ട്. അങ്ങനെ ഈ എല്ലാവരും പിണറായി വിജയനിലേക്ക് വീണ്ടും ഫോക്കസ്, ഒരു കണ്ണങ്ങോട്ടേക്ക് നിർത്തുകയാണ്. അപ്പോൾ അതിൽ ചെറിയ എന്തെങ്കിലും ഒന്ന് വീണ് കിട്ടിയാൽ പോലും ഇതിപ്പോൾ ഈ സ്റ്റീൽ ബെഞ്ചിൽ ഇരിക്കുന്നത് ഒരു വലിയ ട്രോളാക്കുന്നു, കഴിഞ്ഞ ദിവസം ഒന്ന് ചിരിക്കാൻ ശ്രമിച്ചത് ഒരു ട്രോളാക്കുന്നു. അപ്പോൾ ഇത്രത്തോളം വീണ്ടും വീണ്ടും ഈ പിണറായിയെ മാത്രം ഫോക്കസ് ചെയ്യപ്പെടുന്നു. പിണറായി ശൈലി മാറ്റി തുടങ്ങി, മെരുങ്ങി തുടങ്ങി എന്ന് എല്ലാവരും പറഞ്ഞു തുടങ്ങുന്നു. അപ്പോൾ അത്രത്തോളം ഒരു വെറുപ്പ് ആ മനുഷ്യനോട് ഈ കേരള ജനതയ്ക്ക് ഉണ്ടായിരുന്നോ? അല്ല, അതിൽ കനകസിംഹാസനത്തിൽ കയറി ഇരിക്കുന്നവരുടെ ഒരു സൈക്കോളജി ഉണ്ട്. ഇതിന് എല്ലാ കാലത്തും ഈ മുഖ്യമന്ത്രി പദത്തിൽ ഇരിക്കാം എന്ന് പിണറായി വിജയൻ കരുതിയിരുന്നു. ആ ഒരു ചോദ്യം, അവിടെയാണ് നമ്മൾ പലതും തിരിച്ചറിയേണ്ടത്. പിണറായി വിജയൻ്റെ ഒരു മട്ടും മാതിരിയും ഭാവവും ധാർഷ്ട്യവും ശൈലിയും ഒക്കെ കാണുമ്പോൾ ഞാൻ എല്ലാ കാലത്തും ഈ അധികാരസ്ഥാനത്ത് ഉണ്ടാവും എന്നൊരു പ്രതീതിയാണ്. മറുവശത്ത് തെരഞ്ഞെടുപ്പ് പ്രചരണ ഘട്ടത്തിൽ നമ്മൾ എന്താ കണ്ടത്? എല്ലാ സ്ഥലങ്ങളിലും അദ്ദേഹത്തിൻ്റെ ഫോട്ടോ വലിയ ഹോർഡിങ്ങുകളാക്കി വെച്ചു. ഇതൊന്നും ഒരു ബ്രാൻഡും ഇല്ലാത്ത, ഇതൊന്നും ജനങ്ങൾ അംഗീകരിക്കാത്ത, ജനങ്ങൾക്ക് ഇതൊക്കെ പരമ പുച്ഛമാണ്, പരിഹാസമാണ്. അത് തെരഞ്ഞെടുപ്പ് ഫലം തെളിയിച്ചല്ലോ. അപ്പോൾ എത്ര ധാർഷ്ട്യം കാട്ടിയാലും, എത്ര അഹങ്കാരം കാട്ടിയാലും, ഏത് അധികാരത്തിൻ്റെ കൊടുമുടിയിൽ കയറിയാലും ജനങ്ങളുടെ ട്രോഫി വാങ്ങാൻ താഴെ വരണം, മണ്ണിൽ വരണം. പക്ഷെ ഇവിടെ മണ്ണിൽ പൊതഞ്ഞു പോയി. മണ്ണിൽ പൊതഞ്ഞ പിണറായിയെ ഇനി ആർക്കും രക്ഷിക്കാൻ കഴിയില്ല. ഈ പ്രതിപക്ഷ നേതൃസ്ഥാനം പോലും അദ്ദേഹത്തിനൊപ്പമുള്ളവർ അദ്ദേഹത്തെ തൽക്കാലത്തേക്കൊന്ന് ശാന്തമാക്കിയിരുത്താൻ വേണ്ടി നൽകിയതാണ്. പിണറായി വിജയനെ സംബന്ധിച്ച് അദ്ദേഹം ഇന്നലകളിൽ ചെയ്തു കൂട്ടിയ ആ ചെയ്തികൾ തന്നെയാണ് ഇപ്പോൾ തിരിഞ്ഞു കുത്തുന്നത്. ഒരു സാധാരണക്കാരനായി, ഒരു ലാളിത്യവും വിനയവും ഒക്കെയുള്ളൊരു മുഖ്യമന്ത്രിയായി, ഒരു തികഞ്ഞ കേരള തനിമയുള്ള സംസ്കാരം പുറത്തെടുത്ത പിണറായി വിജയൻ ഇവിടെ അധികാരത്തിൽ തുടർന്നിരുന്നു എങ്കിൽ ജനം അദ്ദേഹത്തെ എടുത്തുകൊണ്ട് നടന്നേനെ. ജനം അദ്ദേഹത്തിന് ചുറ്റും ചേർന്ന് നിന്നേനെ. അദ്ദേഹം ജനങ്ങളെ അകറ്റി നിർത്തി അധികാരത്തിൻ്റെ ധാർഷ്ട്യം ഉപയോഗിച്ചു. ഇപ്പോൾ ജനങ്ങൾ അദ്ദേഹത്തെ അകറ്റി നിർത്തുകയാണ്. നമുക്കറിയാം, കണ്ണൂർ പോലുള്ള ഒരു സ്ഥലം, അവിടെ ഒരു റെയിൽവേ സ്റ്റേഷനിൽ ഒരു മുൻ മുഖ്യമന്ത്രി, പാർട്ടിയെ ദീർഘകാലം നയിച്ച ഒരു പാർട്ടി സെക്രട്ടറി വന്നിരിക്കുമ്പോൾ ഇത്ര ശുഷ്കമായി പോകുമോ സമൂഹത്തിൻ്റെ അറ്റൻഷൻ? ഒരു മനുഷ്യനുമില്ല അതിന് ചുറ്റും കൂടാനോ, അദ്ദേഹത്തോട് കുശലം ചോദിക്കാനോ, അദ്ദേഹത്തെ ആശ്വസിപ്പിക്കാനോ, അദ്ദേഹത്തിൻ്റെ വേദനയിൽ പങ്കെടുക്കാനോ ഒരാളുമില്ല. അപ്പോൾ എന്തുകൊണ്ട് സമൂഹത്തിൽ നിന്ന് ഇങ്ങനെ ഒറ്റപ്പെട്ടു പോയി? ആ ചോദ്യം സമൂഹത്തോടല്ല ചോദിക്കേണ്ടത്, അദ്ദേഹത്തോട് തന്നെയാണ്. എന്തുകൊണ്ട് ഒറ്റപ്പെട്ടു പോയി എന്ന് കേരളത്തിലെ എല്ലാ ജില്ലാ സെക്രട്ടേറിയറ്റുകളും കൃത്യമായ ഉത്തരം 2 ദിവസം കൊണ്ട് കൊടുക്കുന്നുണ്ട്. പിണറായി വിജയൻ്റെ ധാർഷ്ട്യം, അഹങ്കാരം, ശരീരഭാഷ, ശൈലി അത് ജനവിരുദ്ധമായിരുന്നു എന്ന് പാർട്ടി ജില്ലാ സെക്രട്ടേറിയറ്റുകൾ പറയുന്നു. പിണറായി വിജയന് മാത്രം എല്ലാ സ്ഥലങ്ങളിലും ഫേവർ, അദ്ദേഹത്തിന് പ്രായപരിധിയിലിളവ്, അദ്ദേഹത്തിന് കിട്ടുന്ന സ്ഥാനമാനങ്ങൾ, അദ്ദേഹത്തിൻ്റെ മരുമകൻ്റെ സ്ഥാനമാനങ്ങൾ, അദ്ദേഹത്തിനൊപ്പമുള്ള MP ഗോവിന്ദൻ്റെ ഭാര്യയ്ക്ക് മത്സരിക്കാം, PK ശ്യാമളയെ തളിപ്പറമ്പിൽ സ്ഥാനാർത്ഥിയാക്കി. അപ്പോൾ തോൽവിയുടെ കാരണങ്ങൾ ഇതൊക്കെയാണ് എന്ന് പാർട്ടി അംഗങ്ങൾ പറയുമ്പോൾ ഇതൊക്കെ ഉൾക്കൊള്ളാനും ആ തെറ്റ് ഏറ്റുപറയാനും അതിൻ്റെ പേരിൽ ജനങ്ങളോട് ക്ഷമ ചോദിക്കാനും എന്തുകൊണ്ട് മടിച്ചു? എല്ലാം പിടിച്ചു വാങ്ങുന്ന ഒരു ധാർഷ്ട്യക്കാരനായി പിണറായി വിജയനെ ഇപ്പോഴും ജനം കാണുന്നു. പിണറായി വിജയനെ അഹങ്കാരത്തിൻ്റെ ആൾരൂപമായി, അഹങ്കാര ശൈലിയാക്കിയ ധാർഷ്ട്യത്തിൻ്റെ ഉടമയായി ആളുകൾ കാണുന്നു. ഇതിലൊന്നും ഒരു തിരുത്തലിന് അദ്ദേഹം തയ്യാറല്ല. കാരണം അദ്ദേഹത്തിൻ്റെ പ്രായം തന്നെയാവാം, അദ്ദേഹത്തിൻ്റെ ശൈലിയാണ്, അദ്ദേഹത്തിൻ്റെ സംസ്കാരമാണ് എന്നൊക്കെ പറയുന്നവർ ഇതൊരു ജനകീയതയുടെ ഒരു അടയാളമായി കാണണ്ടേ? ജനാധിപത്യത്തിൻ്റെ ഒരു മഹത്വമല്ലേ നമ്മൾ തെരഞ്ഞെടുപ്പുകളിൽ കാണുന്നത്? അവിടെ പിണറായി തോറ്റു, എല്ലാ തലത്തിലും തോറ്റു, ഒറ്റപ്പെട്ടു.
ഈ കഴിഞ്ഞ ദിവസം MV ഗോവിന്ദൻ്റെ ഒരു വാർത്താ സമ്മേളനം ഉണ്ടായിരുന്നു. അതിൽ MV ഗോവിന്ദൻ പറയുന്നുണ്ട്, എനിക്ക് വീട്ടിൽ നിന്ന് പോലും വിമർശനങ്ങൾ നേരിടേണ്ടി വരുന്നു. മകൻ ചോദിക്കുന്നു, അച്ഛൻ കണ്ണാടിയിൽ നോക്കാറുണ്ടോ? എൻ്റെ ശൈലിയിൽ, എൻ്റെ ശരീരഭാഷയിൽ, എൻ്റെ സംസാര രീതിയിൽ, പെരുമാറ്റത്തിൽ തെറ്റുകൾ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ തിരുത്താൻ തയ്യാറാണെന്ന് പറയുന്ന ഒരു MV ഗോവിന്ദനെ നമ്മൾ കണ്ടു. പക്ഷേ അങ്ങനെ പോലും ഒരു വാർത്താ സമ്മേളനം നടത്താനോ 2 വാക്ക് പറയാനോ പിണറായി വിജയൻ തയ്യാറാകുന്നില്ല. അല്ല, പിണറായി വിജയനെ സംബന്ധിച്ച് അദ്ദേഹത്തിൻ്റെ ഉള്ളിൽ കുമിഞ്ഞുകൂടിയിരിക്കുന്ന ഒരു ധാർഷ്ട്യത്തിൻ്റെ ശൈലിയുണ്ട്. അത് പൊളിച്ചു മാറ്റുക ഇനി എളുപ്പമല്ല. അദ്ദേഹത്തിൻ്റെ പ്രായം തന്നെയാണ് പ്രശ്നം. പക്ഷെ ജനങ്ങൾ പറയുന്നു, മൂഷിക സ്ത്രീ വീണ്ടും മൂഷിക സ്ത്രീയായി, അല്ലെങ്കിൽ മരപ്പട്ടി വീണ്ടും മരപ്പട്ടിയായി, ഇങ്ങനെ പല പ്രയോഗങ്ങൾ നടത്തുന്നുണ്ട്. പക്ഷെ പിണറായി വിജയൻ ഇപ്പോഴും താൻ ഒരു അധികാരിയാണ് എന്ന മട്ടിൽ തന്നെയാണ് നിപ്പും നടപ്പും എടുപ്പും അദ്ദേഹത്തിൻ്റെ ശൈലിയുമൊക്കെ. കുറേ കൂടെ കഴിയുമ്പോൾ തിരിഞ്ഞു നോക്കുമ്പോൾ ആരും കാണില്ല, വശങ്ങളിൽ ആരും കാണില്ല, കൈപിടിച്ച് മുന്നോട്ട് നടത്താൻ ആളുകളുടെ എണ്ണം കുറയും. അപ്പോൾ താൻ ഒറ്റപ്പെട്ടു പോയി സമൂഹം തന്നെ അകറ്റി നിർത്തുന്നു എന്ന് ആ മനുഷ്യന് ഒരു വ്യസനത്തോടെ തിരിച്ചറിയേണ്ടി വരും. അത്തരമൊരു ഘട്ടമാണ് കൂടുതൽ അപകടം. ഈ സത്യപ്രതിജ്ഞാ വേദിയിൽ കണ്ട ഒരു കാഴ്ച ഉണ്ടായിരുന്നു. അതായത് വേദിയിലേക്ക് പിണറായി വിജയൻ വരുമ്പോൾ കൊണ്ടുവരുന്നത്, ഒപ്പം ഉണ്ടായിരുന്നത് റഹീമാണ്. പക്ഷേ ആ വേദിയിൽ തന്നെ N. ഷംസീർ ഉണ്ടായിരുന്നു. അദ്ദേഹം പക്ഷേ ഒന്ന് മാറി നിൽക്കുന്ന ഒരു രീതിയിലായിട്ട് ഒന്ന് തോന്നി. അതായത് പിണറായി വിജയനോട് വലിയൊരു അടുപ്പം കാണിക്കാതെ മാറി നിൽക്കുന്നത് പോലെ. അപ്പോൾ കൂട്ടത്തിലുള്ളവർ പോലും അദ്ദേഹത്തിൻ്റെ തെറ്റുകൾ തിരുത്താൻ തയ്യാറല്ലെങ്കിൽ മാറി നിൽക്കുമെന്നുള്ളൊരു മുന്നറിയിപ്പ് പോലെ. ഇന്ന് പത്രങ്ങളിൽ ഷംസീർ വീടൊഴിഞ്ഞു പോകുന്ന, സ്പീക്കർ തൻ്റെ ഔദ്യോഗിക വസതി ഒഴിഞ്ഞു പോകുന്ന ഒരു വാർത്തയുണ്ട്. അതിനൊപ്പം ചില ചിത്രങ്ങൾ നൽകിയിട്ടുണ്ട്. മരിച്ചുപോയ കോടിയേരി ബാലകൃഷ്ണൻ്റെ വലിയ 2 ഫോട്ടോ അദ്ദേഹം വീട്ടിൽ നിന്നെടുത്ത് വലിയ കാര്യമായിട്ട് കൊണ്ടുവന്നു. കോടിയേരിയുടെ ഒരു ശിഷ്യനായിരുന്നു N. ഷംസീർ. പക്ഷേ മുഹമ്മദ് റിയാസിനെ ഉയർത്തിക്കൊണ്ടുവരാൻ ഷംസീറിനെ ചവിട്ടിയിട്ടു. കോടിയേരി മരിക്കുന്നതിന് മുമ്പ് പിണറായിയോട് പറഞ്ഞു, ഷംസീറിന് നല്ല എന്തെങ്കിലും പോസ്റ്റ് കൊടുക്കണം. അങ്ങനെയാണ് സ്പീക്കറാക്കിയത്. പക്ഷേ ഇക്കുറി തെരഞ്ഞെടുപ്പിൽ സാധാരണഗതിയിൽ തലശ്ശേരി പോലെ നല്ലൊരു സീറ്റ് കൊടുക്കേണ്ടത്, കൊടുത്തില്ല. ഷംസീറിന് തഴഞ്ഞു. അത് കണക്ക് കൂട്ടിയുള്ള കളിയാണ്. കാരണം മുഹമ്മദ് റിയാസിന് ഭാവിയിൽ ഒരു അപകടമാകും, രാഷ്ട്രീയ വെല്ലുവിളിയാകും ഷംസീർ എന്ന് പിണറായിക്ക് അറിയാം. ആ വെട്ട് ഷംസീറിന് നെഞ്ചിലുണ്ട്, അത് അദ്ദേഹത്തിൻ്റെ മനസ്സിലുണ്ട്. പല ഷംസീർമാരുടെ മനസ്സിലും ഇതുപോലെ വെട്ടേറ്റിട്ടുണ്ട്. അവരുടെയൊക്കെ പക ഒരു വശത്ത് കത്തുന്നുണ്ട്, മറുവശത്ത് ഇത്തരം കാഴ്ചകൾ. ഇന്ന് ഈ കേരളയിലുമായി ബന്ധപ്പെട്ട ആ ഒരു പ്രഖ്യാപനം, അതായത് റദ്ദാക്കുന്നു എന്നുള്ളൊരു പ്രഖ്യാപനം വന്നപ്പോൾ പണ്ടത്തെ സമരത്തിൻ്റെ ചില ദൃശ്യങ്ങളും ചിത്രങ്ങളും ഒക്കെ പല സോഷ്യൽ മീഡിയയിലൊക്കെ ഇപ്പോൾ കുത്തിപ്പോക്കുന്നുണ്ട്. അപ്പോൾ അന്ന് പിണറായി വിജയൻ, അതായത് അവിടുത്തെ സ്ത്രീകളെയും വീട്ടമ്മമാരെയുമാണ് വെല്ലുവിളിച്ചത്. അവരോടാണ് സമരം ചെയ്തത്, അവരോടാണ് യുദ്ധം ചെയ്തത്. അതിലൊരു ദൃശ്യം കഴിഞ്ഞ ദിവസങ്ങളിൽ പുറത്തു വന്നത്, അതായത് പത്തനംതിട്ടയിൽ റോസ്ലിൻ എന്ന് പറയുന്ന ഒരു സ്ത്രീയെ അവരുടെ കുട്ടിയുടെ മുൻപിലിട്ടാണ് പോലീസ് തല്ലിയതും അവരെ വലിച്ചിഴച്ചു കൊണ്ടുപോകുന്നതും. ഇത് മറുപടിയാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ്, അന്ന് ഞങ്ങളോട് ചെയ്തതിനുള്ള മറുപടിയാണ് ഇന്ന് ഞങ്ങൾ ഈ മഞ്ഞക്കുറ്റികൾ പിഴുതെറിയുന്നത് എന്ന് പറഞ്ഞുകൊണ്ടാണ് ആ ദൃശ്യങ്ങൾ ഇപ്പോൾ പ്രചരിച്ചുകൊണ്ടിരിക്കുന്നത്. മറ്റൊന്ന്, ആശാവർക്കർമാർ. ഈ 2 സമരം, 2 സർക്കാർ, അതായത് പിണറായി വിജയൻ്റെ 2 സർക്കാരുകളുടെ കാലത്ത് നടന്ന 2 സമരങ്ങളാണ്. ഇതിൽ 2ലും ഈ സർക്കാർ വെല്ലുവിളിച്ചത് സ്ത്രീകളെയും വീട്ടമ്മമാരെയും കുട്ടികളെയുമാണ്. അല്ല, ഇതൊരു ഭരണാധികാരിയുടെ, ഭരണകൂടത്തിൻ്റെ ധാർഷ്ട്യത്തിൻ്റെ 2 അടയാളങ്ങളാണ്. ഒന്ന്, ആശാവർക്കർമാർ എന്ത് ചെയ്യാനാണ്, അംഗനവാടി അധ്യാപകർ എന്ത് ചെയ്യാനാണ്, പിരിഞ്ഞുപോയ അംഗനവാടി അധ്യാപകർ അവരെന്ത് ചെയ്യാനാണ്. ഞങ്ങൾ മഞ്ഞക്കുറ്റി ഇട്ടാൽ ഇട്ടതാണ്, നമ്മൾ സജി ചെറിയെന്നൊക്കെ പറഞ്ഞ വാക്കുകൾ നമുക്കറിയാം. കേരളത്തിന് നെഞ്ചത്താണ് നിങ്ങൾ ഈ കുറ്റിയിടുന്നതെന്ന് ജനങ്ങൾ പറഞ്ഞു. പക്ഷെ അപ്പോഴും അവർക്കൊരു കുലുക്കവും ഇല്ല. കൂറ്റനാട് നിന്ന് അപ്പം കൊച്ചിയിൽ കൊണ്ടുവന്ന് വിൽക്കുന്ന വലിയ സ്വപ്നങ്ങളൊക്കെ ഗോവിന്ദൻ പറഞ്ഞു. എല്ലാം പൊളിഞ്ഞടുക്കിയില്ലേ. അപ്പോൾ ഈ ധാർഷ്ട്യമൊന്നും വിജയിക്കില്ല. ജനങ്ങളിൽ നിന്ന് ജനങ്ങളിലേക്ക് എപ്പോഴും വ്യസനത്തിൻ്റെ കഥകൾ പടരും. അത് ഏതൊരു ഭരണകൂടത്തെയും വീഴ്ത്തും. എന്തൊരു മാറ്റമാണ് ഈ മനുഷ്യന് എന്ന് സമൂഹ മാധ്യമങ്ങൾ എഴുതുന്നു. കാരണം പിണറായി, നമ്മൾ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് കണ്ടു, മെയ് 4-ന് റിസൾട്ട് അറിഞ്ഞതിന് ശേഷം തിരുവനന്തപുരം വിമാനത്താവളത്തിൽ വന്ന ഒരു വെള്ളക്കാറിൽ AKG സെൻറ്ററിലേക്ക് വരുന്ന, കറുത്ത കാറില്ലാതെ പിണറായി വിജയൻ ഉപയോഗിക്കാറില്ല. പിണറായി എവിടെയെങ്കിലും വന്ന് ഇറങ്ങുമ്പോൾ അവിടെ എല്ലാ പോലീസ് ഉദ്യോഗസ്ഥരും വേണം, പാർട്ടി നേതാക്കൾ വേണം, വലിയ പരിവാരങ്ങൾ വേണം. അതൊന്നുമില്ല ഇപ്പോൾ. ഇത് ജനാധിപത്യത്തിൻ്റെ ഒരു സൗന്ദര്യമാണ്. ആശാവർക്കർമാർ ഇപ്പോൾ നേടിയെടുത്ത ഈ അവകാശ സമരത്തിലൂടെ അവർക്ക് കിട്ടിയ ആനുകൂല്യങ്ങൾ, അതൊരു ജനാധിപത്യത്തിൻ്റെ വിജയമാണ്. എല്ലാ തലങ്ങളിലും ജനാധിപത്യത്തിൻ്റെ വിജയമാണ് നമ്മൾ കാണുന്നത്. ഇത് പിണറായി വിജയനുള്ള ഒരു സന്ദേശം മാത്രമല്ല, ഇത് പിണറായി വിജയന് മാത്രമുള്ള ഒരു സന്ദേശമല്ല.
ഭരണകൂടത്തിലേക്ക് കടന്നു വരുന്ന ഓരോ നേതാക്കന്മാരും ഈ പിണറായി വിജയനെ ഒരടയാളമായി കാണുന്നു. അതുകൊണ്ട് തന്നെ ഇതിനെ ഒരു സ്പെസിമെനായി നമുക്ക് ഒരു പഠന വിധേയമാക്കാം. പിണറായിയുടെ ആ ഭരണ കാലഘട്ടവും അദ്ദേഹത്തിൻ്റെ ഭരണത്തിന് ശേഷമുള്ള ഈ കാലവും ഇതൊക്കെ നമുക്കൊരു സ്റ്റഡി സ്പെസിമെനായിട്ട് എടുക്കാം. എന്തായാലും നമ്മൾ 10 വർഷം കാണാത്തൊരു പിണറായിയെ കണ്ടു തുടങ്ങിയിരിക്കുകയാണ്. കാരണം മുൻപൊക്കെ 40 വണ്ടി അകമ്പടി വേണം, അകമ്പടി ഇല്ലാതെ പുറത്തേക്ക് പോവില്ല. പക്ഷേ ഇപ്പോൾ അങ്ങനെ ഒന്നുമില്ല. അങ്ങനെ ധാർഷ്ട്യങ്ങളില്ല. ചിരിക്കാൻ തുടങ്ങിയിരിക്കുന്നു, ജനങ്ങൾക്കിടയിലേക്ക് ഇറങ്ങാൻ തുടങ്ങിയിരിക്കുന്നു. ഒരു ശൈലി മാറ്റുകയാണെങ്കിൽ, ഒരു തിരിച്ചു വരാനാണെങ്കിൽ ഇരുകൈ നീട്ടി നമ്മൾ സ്വീകരിക്കും. എന്തായാലും ആ ധാർഷ്ട്യത്തിൻ്റെ ആ ഒരു കുഴിഞ്ഞുപോക്ക് കാണുമ്പോൾ തന്നെ ഒരു ആശ്വാസം തോന്നുന്നുണ്ട്. കൂടുതൽ ചർച്ചകളുമായി കാണാം. നമസ്കാരം.